കേരളത്തിൽ അപൂർവമായി മാത്രമേ നെല്ലിക്കൃഷിയുള്ളൂ. കേരളത്തിൽ ഇപ്പോൾ കാണുന്ന നെല്ലിമരങ്ങൾ മിക്കതും സ്വാഭാവികമായ സാഹചര്യങ്ങളിൽ മുളച്ചു വളർന്നുണ്ടായതാണ്. അതുകൊണ്ടുതന്നെ ഇത്തരം നെല്ലിമരങ്ങൾ പൂക്കുന്നതിനും കായ്ക്കുന്നതിനും ഒരു പ്രത്യേക കാലമുണ്ട്. തുലാപ്പത്ത് കഴിയുമ്പോൾ, അതായത് 10-ാം ഉദയം കഴിയുമ്പോഴാണ് കേരളത്തിലെ നെല്ലിക്ക മൂത്ത് പറിച്ചെടുക്കാൻ പാകമാകുന്നത്. ഇവിടെ കൃഷിയാണോ ചേട്ടൻ സാധനം? കൃഷിയാണ്. എന്തൊക്കെയാ കൃഷിയുള്ളത്? കൃഷി വിത്തിറക്കി കഴിഞ്ഞ് പോയാൽ പിന്നെ കരപ്പണി കഴിഞ്ഞ് പോയാൽ പിന്നെ വേറെ പണി, വേറെ വെളിയിലുള്ള പണിക്കൊക്കെ പോകും. പാറപ്പണി, മമ്മട്ടിപ്പണി, ഇതൊക്കെ തന്നെ. എന്താ പേരെന്താ? എൻ്റെ പേര് തങ്കയ്യൻ അല്ലേ? എത്ര വയസ്സായി ഇപ്പം? എനിക്ക് 65 വയസ്സായി. ചെറുപ്പകാലത്തിൽ എന്തെങ്കിലുമൊക്കെ അസുഖം വരുമ്പോഴൊക്കെ അച്ഛൻ എന്തൊക്കെയാണ് ചെയ്തിരുന്നത്? അച്ഛൻ ചെയ്തു തരുന്നത്, ഈ ആദ്യം നല്ലോളവിൻ്റെ വള്ളി ഇടിച്ച് പിഴിഞ്ഞ് കരിപ്പൊടിയും ചെത്തിയിട്ട് കുറുക്കി തരും. ശരി. എന്താ നെഞ്ചുവേദനയ്ക്കും പനിക്ക്. ചേട്ടൻ്റെ കുട്ടിക്കാലത്ത് ധാരാളം നെല്ലിമരങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു? ധാരാളം ഉണ്ടായിരുന്നു. കായ്ക്കുമായിരുന്നു അതൊക്കെ? നല്ല കാവലും ഉണ്ടായിരുന്നു. അതെ അല്ലേ? ഇപ്പം ഇവിടെ എങ്ങും കാണുന്നില്ല ഒരൊറ്റ നെല്ലിമരം. എല്ലാം മുറിച്ച് മാറ്റിയില്ല. അത് ശരി. ഞങ്ങൾ ഈ നെല്ലിൽ തന്നെ തീറ്റിയെ തരും. ഉപ്പും കൊണ്ടുവന്ന് വെള്ളം കടത്തി കൊണ്ടുവന്ന് വിശാലമായിട്ട് കുടിക്കും. അത് ശരി. അപ്പോൾ ഈ നെല്ലി അച്ചാറോ അങ്ങനെ കറിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമായിരുന്നു? കറി എന്ന് വെച്ചാൽ അത് ഉപ്പിലിട്ട് വെച്ച് അങ്ങനെ കറിക്കായിട്ടെടുക്കും. പിന്നെ അല്ലാതെ ഇത് കൂടുതൽ കാ കിട്ടുന്നതിൻ്റെ അന്ന് ഇതിൽ പറിച്ചുകൊണ്ടുവന്ന് തല്ലി ചായച്ച് അതിൻ്റെ ചാറെടുത്ത് മരുന്നുണ്ടാക്കി തരും. അത് അങ്ങനെ മരുന്നുണ്ടാക്കുമായിരുന്നു? ആ ശരി. അത് ഈ നെല്ലിയുടെ ഈ കാ പറിച്ച് നീരാക്കിയിട്ട് തല്ലി ചതച്ച് അതിനെ ചാറെടുക്കും. അതെന്തെങ്കിലും പ്രത്യേക അസുഖത്തിനായിരുന്നു നീ കാണും, അതറിയാൻ. അത് ശരി. അന്ന് അച്ഛന് എന്തെങ്കിലും ഒരു ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറഞ്ഞ് തരുന്നതാണ്. അന്നല്ലാതെ അല്ല വേറെ പ്രത്യേക ഒരു അസുഖത്തിനൊന്നും ആയിരുന്നില്ല. ഈ നെല്ലിക്ക എന്നുള്ളത് നമ്മുടെ ശരീരത്തിൽ പല രീതിയിൽ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നുണ്ട്. നമ്മൾ ഭക്ഷണത്തിലൂടെ വരുന്നുണ്ട്, ഔഷധത്തിലൂടെ വരുന്നുണ്ട്, നെല്ലിക്ക പച്ചയായിട്ട് നമ്മൾ കഴിക്കുന്നുണ്ട്. ഈ നെല്ലിക്കയുടെ പ്രത്യേക ഗുണങ്ങൾ എന്തൊക്കെയാണ്? അത് നെല്ലിക്കയ്ക്ക് നമ്മൾ ആയുർവേദത്തിൽ രസായന ഗുണങ്ങളുണ്ട്. അതിന് രസായന ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ സപ്തധാതുക്കളുണ്ടല്ലോ, രസാദി സപ്തധാതുക്കൾ. ആ സപ്തധാതുക്കൾക്ക് ഉണ്ടാകുന്ന നാശത്തിനെ ഇല്ലായ്മ ചെയ്യുന്ന അതിനാണ് രസായന ഗുണമെന്ന് പറയുന്നത്. രസാദീനാം രസായനം എന്ന് പറയും. പിന്നെ ശരീര പോഷണത്തിന് നല്ലത്, കഫ സംബന്ധമായിട്ടുള്ള അസുഖത്തിന്. ഇപ്പോൾ നമ്മൾ ഈ ചവനപ്രാശമൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അത് പിന്നെ രസായന ഗുണം കൂടാതെ കാസം, ശ്വാസം മുട്ടെന്ന് പറഞ്ഞാൽ വലിവ്, തമകശ്വാസം, ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക്, പിന്നെ ബുദ്ധി ശക്തി വർദ്ധിപ്പിക്കാൻ. ഈ ചവനപ്രാശത്തിൽ എന്താണെന്ന് വെച്ചാൽ ഈ നെല്ലിക്ക പ്രധാനപ്പെട്ട ഔഷധമാണല്ലോ. അപ്പോൾ അത് ചെറിയ കുട്ടികൾക്ക് ശരീരത്തിൻ്റെ സെല്ലുകൾ, സാധാരണ അംഗവർദ്ധനം എന്നാണ് നമ്മൾ പറയുന്നത് ആയുർവേദത്തിൽ, ബാലാനാഞ്ച് അംഗവർദ്ധന. അപ്പോൾ അംഗവർദ്ധനം എന്ന് പറയുമ്പോൾ ശരീരത്തിനകത്ത് സെല്ലുകൾ വർദ്ധിപ്പിക്കാനുള്ള ശേഷിയുണ്ട് എന്നാണ്. അപ്പോൾ ഇത്തരം ഗുണങ്ങളെല്ലാം നെല്ലിക്കക്ക് ഉണ്ട്. പിന്നെ നെല്ലിക്ക തനിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഈ തൊലിയിലൊക്കെ ഉണ്ടാകുന്ന ഒരുതരം പൊട്ടലുണ്ടല്ലോ, ഇങ്ങനെ തൊലി ഇങ്ങനെ വിണ്ട് കീറുന്നത്, അതിനൊക്കെ മാറ്റിയെടുക്കാനുള്ള പ്രത്യേക ഗുണമുണ്ട് നെല്ലിക്കക്ക്. സാധാരണ ഇപ്പോൾ മറ്റേ അലോപ്പതിക്കാർക്ക് വൈറ്റമിൻ സി ഇതിനകത്തുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണെന്നറിയില്ല. ഇപ്പം ഉള്ളം കാലമൊക്കെ ഇങ്ങനെ പൊട്ടിക്കുന്ന അസുഖമുണ്ടല്ലോ, അതിന് നമ്മൾ നെല്ലിക്ക തനിച്ച് തന്നെ ഉണ്ടാക്കുന്ന ഒരു അരിഷ്ടമുണ്ട്, ധാത്രി അരിഷ്ടം എന്ന് പറയുന്നത്. വെറും നെല്ലിക്ക നെല്ലുണ്ടാക്കുന്ന അത് തുടർന്ന് കഴിക്കുകയാണെങ്കിൽ നമ്മളെ ശരീരത്തിലുണ്ടാകുന്ന ഈ തൊലി ഇങ്ങനെ പൊട്ടിക്കീറുന്ന സ്വഭാവമുണ്ട്, അത് തീരെ ഇല്ലാതാവും.